സുലു സുൽഫ് ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. റോക്കിനെ കാണുന്നില്ല. കുറച്ചുകൂടെ മറിഞ്ഞിരുന്നെങ്കിൽ അടിച്ചു പോയാ സീരിയസ് ആയിട്ട്. ആ ഉറപ്പായിട്ടും എന്നെ കാണാനല്ലേ അല്ലടാ, നീ എന്നെ കാണാനല്ലേ നീ എന്നെ വിളിച്ചത്. ആൾക്കാർക്ക് കാണണമെന്നുണ്ട്, ലൈവ് കാണണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. എന്നിട്ട് നീ എന്നെ തന്നെ എന്നെ മറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അല്ലല്ല, ഞാനിപ്പോ തൊപ്പിയുടെ ബാക്കിലൊന്നും ഇരിക്കാനാണോ തൊപ്പി ഇവിടെ വന്നത്? ഞാൻ അവിടെ ഒരു കാര്യം ചെയ്യാൻ റോക്കിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ആദ്യമേ ശ്രദ്ധിച്ച്, മനസ്സിലായ? ഞാനിവിടെ വന്നപ്പോ ആദ്യമേ ശ്രദ്ധിച്ച് നീ മീൻസ് ഞാൻ ഇപ്പൊ സംസാരിക്കുമ്പോ നീ ഇടയിൽ കയറി സംസാരിക്കുക. സ്പെഷ്യാലിറ്റി ഉണ്ടോ? എടാ ഞാൻ നീ പറഞ്ഞിരിക്കുന്ന ഞാൻ കാണുന്നില്ല. ഈ ലൈവിൽ ക്യാമറയിലുള്ള കാണാൻ പറ്റുന്നില്ല. ബാക്കിലൊന്നും ഇരിക്കാനല്ലടാ ഞാൻ വന്നത് ഇവിടെ. ടെക്നിക്കലി ഒരു കാര്യം ചെയ്യാണ്. ടെക്നിക്കലി കുറച്ച് നിനക്ക് അത് എടുത്ത് മാറ്റി വെച്ച് കുറച്ച് ഇങ്ങോട്ട് എടുക്കാം. അറിയില്ല, ഇത് നിങ്ങളെ ബാക്കിൽ വയർലെസ് ആണ്, വയർലെസ് കീപാഡ് മൗസും ആണ്. നിനക്ക് അത് ഇങ്ങോട്ട് നീക്കാം. ആ പേഡ് നിനക്ക് ഇങ്ങോട്ട് നീക്കി വെക്കാം. വയർലെസ് അല്ല മോനെ, ഇത് വയറുള്ള സാധനം. അതിന് വയറിന് നീളമുണ്ട്, നീളമുണ്ടോ? നല്ല നീളമുണ്ടോ? പക്ഷെ നീളം കുറവാണല്ലോ. കുറച്ച് കുറവാണല്ലോ. കണ്ടിട്ട് നീളം കുറവായിട്ടാണല്ലോ. കുഴപ്പമില്ല കേട്ടോ, അത് നീളം ആവേണ്ട സമയത്ത് നീളും. അവിടെ കുറെ ആള് ഇത് സ്ക്രിപ്റ്റ് ആണോ? ഞാൻ ആദ്യം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ റോക്കിനെ കാണുന്നത്. നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്ക്രിപ്റ്റിന്റെ എല്ലാം വിട്. അതെന്താ റോക്കി അങ്ങനെ ഒരു ടോക്ക് ആയി പോയത്? അല്ലല്ല, അങ്ങനെ തന്നെ ടോക്കുമ്പോ നീ ചെയ്തുകൊണ്ടാണ് ഞാൻ ടോക്ക് ചെയ്ത്. അതിപ്പോ എത്ര സമയമായി, എത്ര പ്രാവശ്യമായി? നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാനും വന്ന് ഓക്കെ. എനിക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താണ് വേണ്ടത്? എല്ലാവർക്കും റോക്കി ബാക്കിയുള്ളവരെക്കാളും എനിക്ക് റെസ്പെക്ട് കൂടുതലാണെന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഇവിടെ ഇരുന്നിട്ട് ഇവിടെ വന്നിരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ വന്നിരുന്നിട്ട് കാണാൻ ക്യാമറന്റെ ആംഗിൾ ഇതിപ്പോ വാളിൽ ചേർന്ന ക്യാമറ, ഇതിന്റെ അപ്പുറത്തെ ക്യാമറ പോകാൻ പറ്റൂല. അപ്പം ആ ലെവലിലുള്ള അഡ്ജസ്റ്റ് ചെയ്താ നീ ഇനി അങ്ങനെ ഇതിന്റെ ബാക്കിൽ ഞാൻ അവിടെ ഓൾസ് ഉണ്ടാക്കണം. അവിടെ ഇത് കുറച്ച് ബാക്കിലോട്ട് ഇടുക, അല്ലെങ്കിൽ അതിലുള്ള സംഭവം നീ ബാക്കിലോട്ട് ഇരുന്നല്ലോ. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞാനിവിടെ മറിഞ്ഞിരിക്കുമ്പോ റോക്കിനെ കാണുന്നില്ല എന്ന കാര്യം എനക്കറിയില്ല, റോക്കിക്ക് അതറിയാം. ഇത്ര സമയവും അത് ചോദിക്കാനുള്ള ധൈര്യം പോലും റോക്കി എന്തുകൊണ്ട് കാണിച്ചില്ല? അത് എന്നോട് നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യം എന്തുകൊണ്ട് കാണിച്ചില്ല? ഇത്രയും വെയിറ്റ് ചെയ്തെന്തുകൊണ്ട്? ഞാൻ വിചാരിച്ച് നിനക്ക് മിനിമം കോമൺ സെൻസ് ഉണ്ടെന്ന് വിചാരിച്ച്. നീ മാറൂന്ന് നീ എന്റെ ഫ്രണ്ടിൽ കയറി വന്നിങ്ങനെ മറിഞ്ഞിരുന്നാല്, ഞാൻ ഇങ്ങനെ ബാക്കി ഇരുന്ന് കഴിഞ്ഞാല് നീ ഇവിടെ ഇരുന്നിട്ട് പിന്നെ ഞാൻ എന്തിനാണ് അവിടെ വന്നിരിക്കുന്ന? ഞാനിവിടെ ഒരു കാര്യം ഞാൻ എന്തിനാണ് അവിടെ വന്നിരിക്കുന്ന? കാണാനാ ഈ പാതിരാത്രി? നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈവ് കഴിഞ്ഞിട്ട് നോക്കിയാല്, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈവ് നോക്കിയാല് ഈ ലൈവിന്റെ മുക്കാഭാഗം ഞാൻ ഇങ്ങനെ ക്യാമറന്റെ പുറത്തേക്ക് ആയിരിക്കും, എന്നെ കാണുന്നുണ്ടാവില്ല. മനസ്സിലായോ? ആണ് ഇതിപ്പോ ഒരു ടെക്നിക്കൽ കാര്യം കൊണ്ട് ഞാൻ ഇങ്ങനെ വന്നിരുന്ന് നോക്കിയത്. അതിന് അങ്ങനത്തെ ഡയലോഗ് അടിക്കേണ്ട കാര്യമല്ല. നീ ഒരു പ്രാവശ്യമല്ലടാ, നീ ഒരുപാട് പ്രാവശ്യം. അല്ലല്ല, ഞാൻ അറിഞ്ഞില്ല. എന്തൊക്കെ പറഞ്ഞല്ലോ അത് അറിഞ്ഞില്ല. ഒരാളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം കോമന്റ് എടുത്ത് എന്താണ്? അയാളെ അത് പറഞ്ഞു തീർക്കാനുള്ള അവസരം കൊടുക്കും, അല്ലേ? അപ്പൊ അതിന്റെ ഇടയിൽ കയറി ഇരുന്നിട്ട് അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തോട്ട് പോകും. ഷനാസ് ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. റോക്കി ഒരു ഇട്ടി കൊടുത്ത് തൊപ്പിടെ പിന്നെ അന്നടിച്ചിട്ട് റോക്കി അങ്ങനെ അടിച്ചിട്ട് റോക്കി ഇടുന്നു പോകില്ല. അങ്ങനെ റോക്കി ഇടുന്നു പോകുന്നില്ല. അങ്ങനെ റോക്കി ഇടുന്ന അടിച്ചിട്ട് പോകില്ല. ചുമ്മാ ഇതൊരു ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടുന്ന് അതുവഴി റോഡിലേക്ക് മാത്രമേ പോകാൻ പറ്റൂ. ഇങ്ങോട്ട് വഴിയില്ല, ഇങ്ങോട്ട് പുഴയാ. മനസ്സിലായോ? ആ റോഡാണ് അപ്പുറം പോകാൻ പറ്റൂല. അങ്ങനെ പ്രശ്നമുണ്ട്. നീന്താനോ? ഇല്ല, പുഴയിൽ മുങ്ങി നീ ചാവും. അത്ര തന്നെ. അങ്ങോട്ട് പുഴയാണ്. നീ ഓട്ടത്തിലാ പുഴയിൽ വീഴും. എല്ലാരും സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഇത് പെട്ടെന്ന് റോക്കി ഇങ്ങനെ വരുവാന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ക്യാരക്ടറിലേക്ക് പോയത് എനിക്കറിയില്ല. എന്റെ ഉമ്മ എനിക്കറിയില്ല. നമ്മള് സ്ക്രിപ്റ്റ് ഒന്നും ചെയ്യില്ല. നമ്മള് ഇതുവരെ ഒന്നും സംസാരിച്ചില്ല ഇതിനെ കുറിച്ച്. മനസ്സിലാ?
അല്ലടാ ഞാൻ ബോറടിച്ചതാ സീരിയസ് ആയിട്ട് ഞാൻ പോകുന്ന വിചാരിച്ചു അല്ല ബോറടിച്ചൊക്കെ നിർത്താം. എനിക്കൊന്നും ചെയ്യാനില്ലാത്ത പോലെ എനിക്ക് തോന്നിയില്ല. എനിക്കൊന്നും ചെയ്യാനില്ല. ഇത് മിനിമം എനിക്ക് സംസാരിക്കാനുള്ള സ്പേസ് എങ്കിലും തന്നെങ്കിൽ. അല്ല ഒന്നാമത്തെ കാര്യം റോക്കി യു ടോക്ക് ടു മച്ച് എന്ന് കുറെ ആൾക്കാർ പറയുന്നില്ല. ടു മച്ച് ഓർ ത്രീ മച്ച് അവര് പറയുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നവരെന്നെ കണ്ടാൽ മതി അല്ലെ. എല്ലാരും എന്നെ കാണണ്ട, എന്നെ ഇഷ്ടപ്പെടുന്നവരെ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. എന്നെ ഇഷ്ടപ്പെടുന്നവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവൻ വിളിച്ചു പോകുന്നത്. എന്തുകൊണ്ട് കാര്യം ഒരുപാട് ഞാനിവിടെ ലൈവോ കാര്യങ്ങളോ ഒന്നും ഇട്ടില്ല. ഓക്കെ അപ്പം ഓക്കെ ഇവന്റെ ഇവിടുത്തെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാര്, അത് കുറെ പിള്ളേർ സെറ്റ് ഉണ്ട്. നിനക്ക് കുറെ പിള്ളേർ സെറ്റ് ഉണ്ട്, മനസ്സിലായോ? സംഭവമൊക്കെ ഓക്കെയാണ്. ജസ്റ്റ് റോക്കിനെ ഒന്ന് മറയായി എന്നുള്ളത് പിന്നെ സംസാരത്തിന്റെ പെട്ടെന്ന് റോക്കിമയം മാത്രമല്ല, ഇപ്പൊ ഞാനും ഇവരും കൂടെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അടുത്ത സംഭവം വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഓൾറെഡി ജമ്പായി പോവും. അതാണ് ഇതിലൊരു ടൈപ്പ് ഓഫ് എന്താ പറയാ വർക്ക് ചെയ്യുന്ന രീതി അങ്ങനെയാണ്. റോക്കിനെ മറിഞ്ഞിരുന്ന റോക്കി മദർ പ്രോമിസ് സ്ക്രിപ്റ്റ് അല്ലാട്ടെ, ഇത് പെട്ടെന്ന് ഇയാളെ ഇങ്ങനെ പെരുമാറാൻ എനിക്ക് അറിയില്ല. ഓക്കെ അത് സീനൊന്നുമില്ല. ഓക്കെ ഗൈസ്, പിന്നെ റോക്കിക്ക് ബോറടിക്കുന്ന പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ലൈവ് നിർത്താം. ഓക്കെ, വേറെ കാര്യങ്ങളുണ്ട് പറഞ്ഞു. എന്തായാലും റോക്കിക്ക് ബോറടിക്കുന്ന നമുക്ക് ലൈവ് നിർത്താം. അല്ലെങ്കിൽ ഞാൻ ഒരു 3-4 മണിക്കൂർ ചെയ്യാന്ന് വിചാരിച്ചാണ്, പക്ഷെ റോക്കിക്ക് ബോറടിക്കുന്നു, പിന്നെ നിർത്താം. പാട്ടോടോ? ഓക്കെ പാട്ടോടോ. യു ഹാവ് ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. ഇപ്പോഴും റോക്കിനെ കാണുന്നില്ല. റോക്കി ചെറുതായിക്കൊണ്ടാടാ റോക്കിനെ കാണാത്തതാ. തമാശ പറയുന്നുണ്ട് റോക്കി. കാര്യം അൺകംഫർട്ടബിൾ ആണെങ്കിൽ വണ്ടിയിലിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യും? അൺകംഫർട്ടബിൾ ആണെങ്കിൽ വണ്ടിയിലിരുന്നു. ലോകത്തിൻ കഥയറിയാതെ ഒന്നിച്ചൊരു 100 ദിവസം കാണുന്നൊരു ആരാണോ, വീയുന്നൊരു ആരാണോ, ജാസ്മിൻ മാത്രം കപ്പടിക്കൂല. ബിഗ് ബോസ് കപ്പടിക്കൂലേ? നല്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ ലൈവ് എന്ത് ചെയ്യാൻ പോയത്? ഓക്കെ, നാളെ അല്ല, ഇതിന് അടുത്ത ലൈവ് ഇന്നത്തെ 26-27 ആയില്ല, 1-ാം തീയതി മുതൽ. അതിന്റെ ഒരു കമന്റിനുള്ള ഒരു റിപ്ലൈ കൂടെ എനിക്ക് തരണം, മനസ്സിലായ? ഇപ്പൊ റോക്കി ചെറുതാണ് അല്ലെങ്കിൽ റോക്കി പറഞ്ഞല്ലോ, മീൻസ് എനിക്ക് അങ്ങനെ വലുത് ചെറുതൊന്നുമില്ലടാ. എനിക്ക് അങ്ങനെ വലുത് ചെറുതൊന്നുമില്ല. നീ ഇനി 7 അടി ഉള്ളവനായിരുന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, മനസ്സിലായോ? എനിക്ക് ഒരു വലുതും ചെറുതൊന്നുമില്ല. പിന്നെ ഞാൻ ചെറുതാണോ ഞാൻ വലുതാണോ ഒന്നും അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എന്റെ ജീവിതത്തിൽ. എനിക്ക് അതിന്റെ ആവശ്യമേ ഉണ്ടായിട്ടില്ല, മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിലുള്ള കമന്റ് ഒന്നും വേണ്ട. പിന്നെ മൊത്തത്തിലുള്ള ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, അങ്ങ് മറ്റേ സൈസും അങ്ങ് ഇതുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിചാരം ഉണ്ടെങ്കിൽ അങ്ങനെ ആരും വിചാരിക്കണ്ട. നല്ല ആണത്തോ നല്ല തന്റെടോ ഉണ്ടെങ്കിൽ ഇവിടെ സൈസിലോ കാര്യത്തിലോ ഹൈറ്റിലോ വെയിറ്റിലോ ഒന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇപ്പൊ നെഞ്ചു വിരിഞ്ഞ് തന്നെ അതുകൊണ്ട് അങ്ങനെ ഇരിക്കത്തുള്ളൂ, മനസ്സിലായോ? അത് കമന്റ് വായിച്ചതല്ല, അത് നീ പറഞ്ഞതാ. നീ 2-3 പ്രാവശ്യം പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോ ഈ പ്രോഗ്രാമിന് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ 1-2 ആൾക്കാരുടെ അങ്ങനെ പറഞ്ഞപ്പോഴ് പല ആൾക്കാരും എന്നെ നിരുത്സാഹപ്പെടുത്തി, മീൻസ് നെഗറ്റീവ് പറഞ്ഞു. നെഗറ്റീവ് പറഞ്ഞു. ഞാൻ വന്ന എന്തുകൊണ്ടെന്ന് അറിയാമോ? വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പിന്നെ എന്റെ മോനെ അപ്പൊ അതുപോലല്ല ഒരുപാട് പിള്ളേർക്ക് അവനെ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ല. ഈ ലൈവിന് തൊട്ട് മുന്നേ വരെ റോക്കിന്റെ മാനേജർ എന്റെ മാനേജറിനെ വിളിച്ച് നിരന്തരം പൈസ ബാക്കി അയക്കുന്നുള്ള രീതിയിൽ ഇതുണ്ടായിരുന്നു. അപ്പം എന്നെ കാണാൻ വേണ്ടി അത് നമ്മള് കറക്റ്റ് ഇവിടെ എല്ലാരും കിക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, നമ്മളെല്ലാം കിക്ക് കൊടുക്കുന്നതാണ്. പക്ഷെ സ്റ്റിൽ അതെ ആണ്. ഞാൻ പറയുന്നത് ഇവിടെ വന്നത് അല്ലാണ്ട് കാര്യം, അല്ലാണ്ട് നിന്റെ പൈസ മോഹിച്ചിട്ടല്ല ഞാൻ വന്നത്. അതായിരിക്കൂല, പക്ഷെ അതും കൂടി കാരണമാണ്. അതിനാണ് പൈസ വാങ്ങാൻ
വേണ്ടി വരണം, അങ്ങനെ പൈസ വാങ്ങാൻ വേണ്ടി വരണം. അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് കിട്ടിയ ക്യാഷ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ വരെ വരുന്ന അല്ല, ഞാൻ പറയട്ടെ അങ്ങനെയൊന്നല്ല, അങ്ങനെയൊന്നല്ല. റോക്കിക്ക് എല്ലാം പുല്ലായിരിക്കും, റോക്കിക്ക് എല്ലാം പുല്ലായിരിക്കും. ചെലവാകും ആ പൈസ. അതിന്റെ ഒരു റേറ്റിംഗ് ചിലപ്പോ ഞാൻ നാളെ മറ്റന്നാളെ ഇവിടെ നിന്നിട്ട് പോകും. ഓക്കെ ഓക്കെ, റോക്കിക്ക് എല്ലാം പുല്ലായിരിക്കും. ഞാൻ പറയുന്നത്, ഞാൻ ഒറ്റ കാര്യം പറയുന്നത്, ക്യാഷിന്റെ കാര്യം ഇവിടെ ഇല്ല ഇല്ല, ഞാൻ സംസാരിക്കാൻ കാരണമുണ്ട്, സംസാരിക്കാൻ കാരണമുണ്ട്. നിനക്കൊരു ക്വാളിറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. സംസാരിക്കാനുള്ള കാരണം റോക്കി പറഞ്ഞു എനിക്ക് വേണ്ടി വന്നതെന്ന് മാനിപ്പുലേറ്റീവ് ആയിട്ട് ടോക്ക് ചെയ്തു. എന്തുകൊണ്ട് ക്യാഷ് വേണം? അപ്പം എല്ലാം കാരണമാണ്, എല്ലാം കാരണം. ഇപ്പൊ ഇവിടെ വന്നിട്ട് അല്ലല്ല, ഇവിടെ വന്നിട്ട് ഒരു 6 വട്ടം ജോലിയെ കാണാൻ വന്നതാണ്, എന്നെ കാണാൻ വന്നതാന്ന് പറഞ്ഞാല് അല്ലല്ല, അങ്ങനെയല്ല. നമ്മൾ ജോലി ചെയ്ത ആണ് അത്. എല്ലാരും ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് എല്ലാരും നമ്മൾ കിട്ടിയ ഇവിടെ നീ തന്ന ആ ഒരു പേയ്മെന്റിനെ മോഹിച്ചിട്ടല്ല. നീ ആദ്യം എന്നെ വിളിച്ചപ്പോഴേ ഞാൻ എന്റെ അടുത്ത് പറയടാ, ഇത് പേയ്മെന്റ് ഞാൻ പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ എമൗണ്ട് ആയി പോകും. അതുകൊണ്ട് നമ്മളത് പറഞ്ഞ് ഡീലാക്കി. പിന്നെ വേറൊരു കാര്യം നീ എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത് എന്താ പറഞ്ഞെന്നറിയോ, ജസ്റ്റ് വരിക, പിന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യുക, കുറെ ആൾക്കാരുണ്ട്, അവർ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടാവും. ഓക്കെ, ഞാൻ പറയാം ബിഗ് ബോസിന് സംബന്ധമായിട്ടുള്ള ഒരു കാര്യം ഞാൻ സംസാരിക്കൂല. കാര്യം അല്ല, ഞാൻ സ്റ്റാർട്ടിംഗ് ടൈമിൽ പറഞ്ഞത് അവര് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഒരാളുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരനും കൂടെ ഉണ്ട്, പിന്നെ അപ്പോഴേ നിന്റെ ഇൻട്രോ, അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ടോട്ടലി കുറച്ച് കൺഫ്യൂസ് ആയി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്കിപ്പം അലനോ അല്ലെങ്കിൽ ആറാട്ടോ ആണനോ ഒന്നും എനിക്ക് അങ്ങനെ ഒരാള് വലിയ ആള് ഒരാൾ ചെറിയ ആള് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എല്ലാവരും ഒരേപോലെ തന്നെയാണ്. കാര്യം നിങ്ങളൊക്കെ കഴിവുള്ള ആൾക്കാർ എന്റെ ലെവലിൽ വേറാനും ഉണ്ടാവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞിരുന്ന റോക്കി കോൾ റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും, അടുത്ത് തന്നെ ഉണ്ടാവും, മാനേജറിന്റെ ഫോണിൽ ഉണ്ടാവും. കാരണം ആദ്യം പറഞ്ഞത് വേറെ എന്റെ ലെവലിൽ വേറെ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ ഇവരെ ആഡ് ചെയ്തപ്പോ മെഞ്ഞാന്നാ വിളിച്ചിട്ട് പറഞ്ഞത് പിന്നെ ഇവര് രണ്ടുപേരാണെന്ന് പറഞ്ഞു. സോ അപ്പോഴേ എനിക്ക് നിങ്ങൾ കുറഞ്ഞവരാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നീ മാനിപ്പുലേഷൻ മീൻസ് ഒന്നാമത്തെ കാര്യം സംസാരിക്കാൻ വിടുന്നില്ല. ഇത് ബിഗ് ബോസ് പോലെ ആണ്, എന്നെ സംസാരിക്കാൻ വിടുന്നില്ല. ഒന്നാമത്തെ കാര്യം ഇത് സംസാരിക്കാനേ സമ്മതിക്കുന്നില്ല. ഞാൻ ഒരു സോറി പറയാൻ ശ്രമിച്ചിട്ട് പോലും സമ്മതിക്കുന്നില്ല. അല്ല അങ്ങനെ ഇത് സംഭവം ഇങ്ങനെ ഞാൻ ക്യാമറയിൽ മറിഞ്ഞതാന്ന് ഇവിടെ തുടങ്ങിയത്. ഓക്കെ ഓക്കെ, മൈ മിസ്റ്റേക്ക്. ഓക്കെ, മൈ മിസ്റ്റേക്ക്. അങ്ങനെ ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി. ഓക്കെ, ഇഷ്ടപ്പെടാതെ പറയണമല്ലോ, മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എന്താ പറഞ്ഞു, എനിക്ക് എന്തോ പേടി, എന്താ പേടി എന്താ പറഞ്ഞു? ഞാൻ എല്ലാ ചാറ്റിൽ കാണുന്ന കാര്യങ്ങളാ പറയുന്നത്. ഇവിടെ ഞാൻ എന്റേതായിട്ടുള്ള ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ചാറ്റില് ഇതിപ്പോ ഇവിടെ ഈ ലൈവ് തുടങ്ങിയിട്ട് ഇത്രയും സമയം ഇവിടെ ഒരു 1 ലക്ഷം അല്ലെങ്കിൽ ഒരു 50,000 ചാറ്റ് സംസാരമെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ അത്രയും എല്ലായിടത്തും നമുക്ക് ചിക്കി ചേരാൻ കഴിയില്ല. അതിൽ ഓരോന്ന് കാണുന്നത് ഞാൻ ഇങ്ങനെ വായിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും എന്തൊക്കെ കേട്ടായിരുന്നു. ഓക്കെ, സോറി, മൈ മിസ്റ്റേക്ക്. പിന്നെ എല്ലാവർക്കും താങ്ക് യു. എന്നാ റോക്കി ചാറ്റ് വായിക്കോ. അപ്പൊ പിന്നെ നീ വായിച്ചു? വായിക്കാറില്ല? ഇല്ലല്ല, നീ അത്യാവശ്യം വിവര വിദ്യാഭ്യാസം കൊണ്ടുവരാ. വായിക്കാറില്ല എന്നൊന്നും വേണ്ട, അത്യാവശ്യം വിവര വിദ്യാഭ്യാസം ഒക്കെ ഉള്ളതെന്നല്ലേ മനസ്സിലായ? ഇന്നത്തെ ലൈവ് എന്ത് ചെയ്യാൻ നോക്കാം. ഇങ്ങനെയൊന്നും സംഭവിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നത് വിചാരിച്ചില്ല. ഞാൻ ജസ്റ്റ് സംസാരിച്ച് ഇങ്ങോട്ട് വരുമെന്ന് വെച്ചാൽ ഓക്കെ പറഞ്ഞാൽ, അല്ലാണ്ട് ഇത് സ്ക്രിപ്റ്റോ പരിപാടിയൊന്നല്ല. കുറെ ആൾക്കാർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനത്തെ ഒന്നും പ്ലാൻ ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇങ്ങനെ സംഭവിച്ചത്. കാര്യം എന്റെ ഉമ്മ സത്യ സ്ക്രിപ്റ്റ് അല്ല, ഇതെന്താ എന്താ സംഭവിച്ച ആൾക്കറിയാം. ഞാനും ഓക്കെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഫോർ കമ്മിങ്. അലിൻ ജോസ് പെരേര ഒരു പാട്ട് പാടുന്നതോടുകൂടി നമ്മൾ ഈ ലൈവ് എന്ത് ചെയ്യാൻ പോയത്. ഓക്കെ,
ഗൈസ് എല്ലാവർക്കും താങ്ക് യു. അപ്പൊ അടുത്ത ലൈവ് 1-ാം തീയതി മുതൽ തുടങ്ങി. ഈ മാസം ഇതിപ്പോ കഴിഞ്ഞ് 27 അടുത്ത ലൈവ് നാളെയും മറ്റന്നാളെയും ലൈവ് ഉണ്ടാവില്ല. 1-ാം തീയതി മുതലായിരിക്കും, മിക്കവാറും 1-ാം തീയതി മുതലായിരിക്കും ലൈവ്. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ലോക്കോ പോലെ കുറെ ബ്രേക്ക് എടുക്കാനൊന്നും പറ്റില്ല. ഓക്കെ പുറത്തേക്ക് ഉറപ്പല്ലേ? പിന്നെ പോലെയല്ലേ? ഓക്കെ ഓക്കെ ബ്രോ. ഉറപ്പില്ലെന്നൊന്നും മുട്ടാം. നിങ്ങളെല്ലാരെയും നിങ്ങളെല്ലാരെയും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെന്താ പറയാ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് വീണ്ടും കാണാം. നിന്റെ ഈ ലൈവ് ഒക്കെ അടിപൊളിയാവട്ടെ. ടോവിനോ എല്ലാ ആൾക്കാരും വരും. ഓക്കെ, അതുപോലെ തന്നെ അടിപൊളിയാവട്ടെ. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അടിപൊളി ഗേൾഫ്രണ്ട് ഒപ്പം നിങ്ങൾക്ക് ഒരു അടിപൊളി ഗേൾഫ്രണ്ട് ഒക്കെ നമുക്ക് എടുക്കാം. അപ്പൊ ഓക്കെ എല്ലാവർക്കും ഇപ്പൊ അതൊന്ന് ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് വെക്കോ. ഇങ്ങോട്ട് കിക്കല്ല, ഈ ബാക്ക്ഗ്രൗണ്ട് ആണ് വാൾപേപ്പറിനോ. എടുത്തോ. അപ്പൊ 1-ാം തീയതി മുതൽ അടുത്ത മാസം, അതായത് ഈ മാസം ഇപ്പൊ കഴിഞ്ഞ് 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും ലൈവ്. പിന്നെ ലോക്കോ പോലെ നമുക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ ഞാൻ വിളിക്കാൻ നിന്നെ കേട്ടോ. എന്താ മോനെ, അത് അൺഎക്സ്പെക്ടഡ് ആയിട്ടോ. അങ്ങനെ ഒന്നും പെരുമാറുന്ന ഞാൻ വിചാരിച്ചില്ല. എന്താ മോനെ. എടാ അപ്പം 1-ാം തീയതി പോലെ കാണാം. നമുക്ക് ലോക്കോ പോലെ ബ്രേക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇടക്കിടക്ക് ഇങ്ങനെ ലൈവ് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഒരു മാസത്തില് 5 എന്തല്ല ഇതാരാ റോക്കി ഒരു പടയും കൊണ്ടാണല്ലോ വന്നിട്ട്. പടയും കൊണ്ടാ വന്നിന് മൂപ്പിക്കാനാ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സംഭവിക്കും. അല്ല ഇത് ബ്രോ, ഇതെന്ത് ബ്രോ നിങ്ങൾ പ്ലാൻ ചെയ്താണത്? നിങ്ങൾ പ്ലാൻ ചെയ്തോ? അമ്മ അതാ ഞാനാലേക്ക് ഇതെന്താ സംഭവിക്കുന്നത്? യോ അപ്പൊ 1-ാം തീയതി മുതൽ കാണാം. ഇനി ബ്രേക്ക് ഇല്ല. മാസത്തിൽ 5 ബ്രേക്ക് എടുക്കാൻ പറ്റും എന്നോട് പറഞ്ഞു. 5 ലീവ് എടുക്കാൻ പറ്റും. ബാക്കി 25 ദിവസം ഞാൻ സ്ട്രീം ചെയ്യും. ഇനി ഫുൾ ടൈം കിക്കിലായിരിക്കും. ഗെയിം കളി കാര്യങ്ങൾ, കുറെ ഗസ്റ്റ്, പല സെഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പം പെരേറ പാട്ടോടും നമുക്ക് ലൈവ് എന്ത് ചെയ്യാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ് എവരിബഡി. സിനിമ അത് മലയാളം സിനിമ. റിവ്യൂ രാജ്യത്തെ രാജകുമാരനാണ് ആറാട്ടണ്ണൻ. രണ്ടാമത്തെയാള് അനഞ്ചോസ്പരേന്ന് ഞാൻ തന്നെ. മലയാള സിനിമയിലെ നടന്മാര് പോലും അത്ഭുതപ്പെടുന്ന അസൂയക്കാരെ അത് ആറാട്ടണ്ണൻ അനഞ്ചോസുമാണ്. അത് റിവ്യൂ കൊണ്ട് മാത്രം, അത് മീഡിയക്കാർ കൊണ്ട് മാത്രം, ഇപ്പോൾ തൊപ്പിസാറും കൊണ്ട് മാത്രം. Okay. മഹിമ നോക്കാം. ഇതാരല്ല എന്താ കളവന്റെ ആഗ്രഹം നോക്കിയാ ചാകം കിടക്കുമ്പോ എന്താ അവിടെ കാര്യം.